എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഓണസ്റ്റ് ആയിട്ട് നമ്മളുടെ ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയം രാത്രിയാണ്. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമ്മുടെ ടെൻഷൻസ് എല്ലാം ആ സമയത്താണ് മനസ്സിൽ വരിക. അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് രാത്രിയിൽ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ പ്ലാൻസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് രാത്രി, സ്പെസിഫിക്കലി ഇന്ന് രാത്രി അവർ നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് യുവർ പേഴ്സൺ ഗോയിങ് ടു തിങ്ക് അബൌട്ട് യു ടു നൈറ്റ് എന്നാണ് ടോപ്പിക്. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. നിങ്ങൾക്കൊരു ഫണ്ണ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ്, ഒരു ഗൈഡൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഷഫ്ലിങ്ങിന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെന്റ്സ് ആയിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. Divine, please guide. What are my viewers person going to think about them tonight? That is, what are my viewers person going to think about them tonight? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ കുറിച്ച് ഇന്ന് രാത്രി എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകളിൽ ഇന്ന് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നത്? Divine, please guide. Excitement, please guide. കഴിഞ്ഞ 2-3 റീഡിംഗ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓവർലി എക്സൈറ്റഡ് ആണ്. കണ്ടോ, കാർഡ് വീണുകൊണ്ടിരിക്കുക. കയ്യിൽ നിന്ന് സാധാരണ ഇങ്ങനെ വീഴാറില്ല. റിലാക്സ്, പ്ലീസ് റിലാക്സ്. Please let me connect with you. Please relax and let me connect with you. The viewers in the person ഇന്ന് രാത്രി അവരെ കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? ഓക്കെ, എടുക്കാം. ഒരു കാർഡായിട്ട് വേണം നമുക്ക് എടുക്കാം. 9 of Pentacles വീണിരുന്നു. 9 of Swords, 4 of Wands, the Hanged Man, Death, 10 of Wands, Ace of Pentacles, 5 of Wands, 4 of Cups. They are missing you. ആദ്യമേ നമ്മുടെ സോഡിയാക്സ് പറയുന്ന മേജർ അർക്കാനാസ് ഡെത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഡെത്ത് വെച്ചിട്ട് സ്കോർപിയോ വൃശ്ചിക രാശിക്കാരാണ് ഇന്ന് കൂടുതലായിട്ട് കണക്ട് ആയിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ റീഡിങ്ങിന് കേട്ടോ. പോലെ കപ്സ് ഉണ്ട്, പെൻറ്റക്കിൾസ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, വോൺസ് ഉണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. പെൻറ്റക്കിൾസിന് വോൺസിന്റെ എനർജി സാമാന്യം കൂടുതലായിട്ടുണ്ട്. ഓക്കെ, പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. വേറെ ഏതാ ഞാൻ പറഞ്ഞ? കപ്സ്. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. കുറെ പേരുടെ പാർട്ട്ണറെങ്കിലും ഇപ്പോ ആസ് ഇറ്റ് ഈസ് അവർ കരിയർ ഓറിയന്റഡ് ആയിട്ട് ഇന്ന് രാത്രി അവർ കൂടുതൽ അവരുടെ കരിയറിനെ പറ്റിയിട്ടാണ് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളെ പറ്റിയുള്ള ചിന്ത റിലേറ്റഡ് ആയിരിക്കും. ബാക്ക് ഓഫ് ദ മൈൻഡിൽ നിങ്ങൾ ഉണ്ട്, പക്ഷെ മേജർ ആയിട്ട് അവരുടെ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യമാണ് അവരുടെ മനസ്സിൽ കൂടുതലായിട്ടും ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് സെൽഫ് ലവ്, അതായത് അവരവരുടെ സ്വന്തം കാര്യമാണ്. ഫൈനാൻഷ്യൽ ജോലി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് ചിന്തിക്കാൻ പോകുന്നത്. അതിനെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
ഓവർ തിങ്കിങ്ങിന്റെ എനർജി ഉണ്ട്. കുറച്ച് ടെൻഷനായിട്ട് ഒരു പക്ഷേ പകലിൽ ഉണ്ടായ എന്തെങ്കിലും സംഭവം ഓഫീസിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡ് എന്തോ സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടെൻഷൻ ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെയും നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആദ്യ ദൃഷ്ടിയിൽ കാണുമ്പോൾ എന്താണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. 4 ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ, ഒരു ഗുഡ് ഇവന്റ് അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു പബ്ലിക് ഇവന്റ് വരുന്നുണ്ടായിരിക്കാം, അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു മാരേജ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊപ്പോസൽ തരുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒക്കെ ഇവര് ആലോചിക്കാം. അതേപോലെ ഹാങ്ഡ് മാൻ പറയുമ്പോൾ ഒന്നുകിൽ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്, അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ അവരുടെ ചിന്തകൾ മാറി വേറൊരു രീതിയിൽ വരുന്നതിനെ കുറിച്ചും അവർ ആലോചിക്കുന്നത്. ഇത് രണ്ടിൽ ഏതും ആവാം. ക്ലാരിഫൈ ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഡെത്ത് പറയുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷന്റെ എൻഡ് ആയിട്ട് പുതിയൊരു സിറ്റുവേഷന്റെ തുടക്കം കുറിക്കുന്നതാണ്, അല്ലാതെ അത് എക്സാക്ട് ഡെത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. 10 ഓഫ് വോൺസ് വെച്ചിട്ട് അവർ ഫിസിക്കലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കാം, ഭയങ്കര ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട്, കാരണം ഇപ്പുറത്തെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്, ജോലി സംബന്ധമായിട്ട് ഓവർ വർക്ക് ചെയ്തിട്ടുള്ള എക്സോഷനോ ആയിരിക്കാം, ഭയങ്കര ക്ഷീണമാണ്. അതിൻ്റെ ഇടയ്ക്കും ബാക്ക് ഓഫ് ദി മൈൻഡ് നിങ്ങൾ ഉണ്ട് കേട്ടോ, പക്ഷെ ഓവർലി ടയേർഡായിട്ട് ഇരിക്കുന്ന പോലെ ആയിരിക്കും. ഏസ് ഓഫ് പെന്റക്കിൾസ് വെച്ചിട്ട് ഒരു പുതിയ തുടക്കത്തിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. അതേപോലെ 5 ഓഫ് വോൺസ് വെച്ചിട്ട് കൺഫ്യൂസ്ഡും ആണ്. ഏതോ ഒരു സിറ്റുവേഷനെ പറ്റി അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇന്നത്തെ പകൽ, കാരണം ഇന്ന് രാത്രിയാണ് നമ്മൾ ഇവരുടെ തോട്ട്സ് എന്താണെന്ന് ആലോചിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഏത് ദിവസം ഇത് കാണുന്നു അന്നത്തെ ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അന്നത്തെ ദിവസം അവര് പകൽ സമയത്ത് ആരെങ്കിലുമായിട്ട് വഴക്കിട്ട് കാണാൻ സാധ്യതയുണ്ട്. ആ വഴക്കിന്റെ കാര്യങ്ങൾ മനസ്സിൽ, അപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കിട്ടതും ആവാം, അതിനെ കുറിച്ചും ഒരു ചിന്ത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ബേസിക്കലി മിസ്സിങ് എനർജിയാണ്, ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള തോട്ട്സ് തന്നെയാണ് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാർഡ്സും ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. ഡിവൈൻ please clarify 9 of Pentacles, please clarify 9 of Pentacles, please clarify 9 of Pentacles. കണ്ടോ, എന്തോരം റിലാക്സ് ചെയ്യാനും സാധിക്കുന്നില്ല അവർക്ക്. കൺഫ്യൂഷൻ, കിങ് ഓഫ് വോൺസ്. അതായത് നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ഒക്കെ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ പേഴ്സൺ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം. വളരെ മനോഹരമായി സംസാരിക്കുകയും മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉള്ള ഒരാളായിരിക്കണം. ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഒക്കെ ആലോചിച്ച് ടാക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്ത് പുറത്തേക്ക് കടക്കാനൊക്കെ പറ്റുന്ന കഴിവുള്ള ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരാൾ, കാണാനും നല്ല ഒരാളായിരിക്കണം. പെരുമാറ്റം വളരെ മനോഹരമായിരിക്കും. വളരെ പ്ലേഫുൾ ആയിട്ട് കുറച്ച് ഫ്ലർട്ടീഷ്യസ് ഒക്കെ ആയിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കണം കേട്ടോ. ഇപ്പൊ എന്തോ ഒരു കൺഫ്യൂഷൻ അവരുടെ ലൈഫിൽ സിറ്റുവേഷൻ ഫേസ് ചെയ്തിരിക്കുകയാണ്. അത് കാരണം അവർക്കിപ്പോൾ അവരുടെ തൊഴിലിൽ കൂടുതൽ കരിയർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആണ്. ഒരു വശത്ത് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ തൊഴിൽപരമായിട്ട് ഇപ്പോൾ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അവരുടെ മനസ്സിൻ്റെ അകത്ത് ഇത് രണ്ടും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂടുതൽ ഫോക്കസ് അവരുടെ കരിയറിലാണ് ഇന്നത്തെ രാത്രി. അതിൻ്റെ ഒപ്പം ഇടയ്ക്ക് നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് എടുത്താൽ മതി. ക്ലാരിഫൈ 9 ഓഫ് സോർഡ്സ്, ക്ലാരിഫൈ 9 ഓഫ് സോർഡ്സ്. പേജ് ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ
വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ. ഇപ്പൊ നിങ്ങൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളായിട്ട് വഴക്കിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലോ ഇപ്പൊ അയച്ചാലോ എന്നൊക്കെയുള്ള ആലോചനയിലാണ് അവരെ. അതായത് നിങ്ങളെ സമാധാനിപ്പിക്കണം, നിങ്ങളുമായിട്ട് ഒരു രമ്യതയിൽ എത്തണം എന്നുള്ള തോട്ട്സ് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും ഇത് കാണുന്ന സമയത്ത് അവരത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രാത്രിയിൽ എസ്പെഷ്യലി എങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ അവർ സംസാരിക്കൂ എന്നൊക്കെയുള്ള തോട്ട്സ് ആണ് ഇവരുടെ മനസ്സിൽ കൂടെ പോകാൻ പോകുന്നത്. ക്ലാരിഫൈ ഫോർ ഓഫ് വാണ്ട്സ്. ക്ലാരിഫൈ ഫോർ ഓഫ് വാണ്ട്സ്. Okay, Knight of Swords and Four of Swords. എന്ത് പറ്റി അങ്ങനെ ഒരു കാർഡ് വന്നേ? എനിക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. Clarify the set of cards. What is this situation? ഓക്കെ, തൊഴിൽപരമായിട്ട് തന്നെയാണ് കേട്ടോ. 9 ഓഫ് പെൻഡക്കിൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവന്റ്, ഈ പറഞ്ഞ ഇവന്റ് ഉണ്ടല്ലോ, നിങ്ങളുമായിട്ട് ഒരു ഇവന്റ് ടുഗദർ അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചില്ലേ, അത് ഇവരുടെ തൊഴിൽ സംബന്ധമായിട്ട് എന്തോ ആണ്. ഒരു ബിസിനസ് മീറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും. അതായത് അവിടെ പൈസ സംബന്ധമായ എന്തോ ഒരു കാര്യമുണ്ട്. അതൊരു ബിഗ് ഇവന്റ് ആണ്. ഒന്നും രണ്ടും പേരല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. കാരണം ബിഗ് ഇവന്റ് ആയിട്ടാണ് കാണുന്നത്. സന്തോഷകരമായ ഇവന്റ് തന്നെയാണ് കേട്ടോ, മോശപ്പെട്ട ഇവന്റ് ഒന്നും അല്ല. കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇവന്റ് ആണ്. അതിനെ പറ്റിയിട്ടാണ് ഇവരൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതിനെ പറ്റിയിട്ട് ഉറങ്ങുമ്പോഴും ഒക്കെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ, റെസ്റ്റ് എടുക്കുമ്പോഴും ഓവർ തിങ്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത് ഇവരായിരിക്കാം, ഇവരുടെ തലയിലായിരിക്കും അതിന്റെ ഓർഗനൈസേഷൻ. നിങ്ങൾ അതിൽ എന്തെങ്കിലും അതിന്റെ ഭാഗമായിട്ട് വല്ലതും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കൊളീഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും കേട്ടോ. കാരണം ഓവർ എക്സൈറ്റഡ് ആണ് ആ ഇവന്റിനെ പറ്റിയിട്ട്. ഇവര് ആ ഇവന്റിനെ പറ്റിയിട്ട് ഭയങ്കര ഫാസ്റ്റ് തിങ്കിങ്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനെന്തൊക്കെ ചെയ്യണം, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പൈസ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ അതിനെ പറ്റിയിട്ടാണ് കൂടുതലും ചിന്തകൾ. ബാക്ക് ഓഫ് ദി മൈൻഡ് നിങ്ങൾ ഉണ്ട് താനും. ഓക്കെ, നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഇവന്റില് ഇവര്. നിങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. എന്തോ ഒരു ഇവന്റ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇത് തിരിച്ചും ആവാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ പറയണ, നിങ്ങളുടെ പാർട്ട്ണർ എന്ന് ഞാൻ പറയുന്നവിടെ അത് നിങ്ങളും ആവാം. മനസ്സിലായോ? അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ നിങ്ങളും ആവാം ഇതേ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അവരാവാം, അങ്ങനെയും ആവാം. വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. ഫോർ എക്സാമ്പിൾ ഞാൻ ചുരുക്കി ഈ കേസ് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാണ്, അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, നിങ്ങൾ ഹൈ എനർജി ആയിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാണ്. അങ്ങനെയും ആവാം. കാരണം ഞാൻ നിങ്ങളുടെ പേഴ്സന്റെ എനർജി കണക്ട് ചെയ്യുന്നത് നിങ്ങളിൽ കൂടെയാണ്. അപ്പൊ ചില സമയത്തെങ്കിലും നിങ്ങളുടെ എനർജിയും ഇതിൽ റിഫ്ലക്റ്റ് ആവാൻ സാധിക്കാറുണ്ട്. അതേപോലെ ഇവിടെയും ഈ സ്ട്രെങ്ത്തിന്റെ കാർഡ് വന്ന ആ കോമ്പിനേഷനിലും അതുപോലെ തന്നെയാണ്. നിങ്ങളായിരിക്കും ചിലപ്പോൾ അവരെ സമാധാനിപ്പിച്ച് ഒരു മെസ്സേജ് ഒക്കെ അയക്കാമെന്ന് ആലോചിക്കുന്നത്. അങ്ങനെയും വരാം കേട്ടോ. തിരിച്ചും എടുത്തോളണം, കാരണം കുറെ പുതിയ വ്യൂവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ക്ലാരിഫൈ ദി ഹാൻഡ്മാൻ. ഏത് സെറ്റ് ഓഫ് കാർഡ്സിനും ഒരു വൈസ് വേഴ്സയും കൂടെ ഉണ്ട് എന്ന് ഓർത്തോളൂ. ക്ലാരിഫൈ ദി ഹാൻഡ്മാൻ. Two of Swords and Ten of Pentacles. അവര് കുറെ പേരുടെ പാർട്ട്ണർ എങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, ഒരു ക്രോസ് റോഡ്സിലാണ്, കൺഫ്യൂസിങ് സിറ്റുവേഷനിലാണ്. കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ അവിടെ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഫാമിലി ഫൈനാൻസസ്, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസ്,
അങ്ങനെയുള്ള പല ഫാക്ടേഴ്സും മൂലം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അവരൊരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ്, അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് നിങ്ങളാവാം, നിങ്ങളുടെ ഫാമിലിയുടെ സമ്മർദ്ദം മൂലം ക്രോസ് റോഡ്സിലാണ്, അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ ചിലരെങ്കിലും മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. രണ്ടുപേരും തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഫാമിലി അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അതൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു സിനാറിയോ അതിൽ തന്നെ എടുക്കാവുന്നത്, അവരൊരു ക്രോസ് റോഡ് ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ ഫാമിലി, ഇത് സിംഗിൾസിനായിരിക്കും പെർട്ടൈൻ ആവുക കേട്ടോ. മറ്റേത് എല്ലാവർക്കും തന്നെ എടുക്കാം. ഏത് ഫാമിലി ഒബ്സ്റ്റക്കിൾ ആണെന്നുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒബ്സ്റ്റക്കിൾ തന്നെയാണ്. അതിൽ നിന്നും അവർ പുറത്തു വരുന്നതായിട്ട് ആസ് ഇറ്റ് ഈസ് കാണുന്നില്ല. സിംഗിൾസിന്റെ കേസിൽ നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾക്കൊരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഫാമിലിയാണ്, കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഒക്കെയാണ് നിങ്ങൾക്ക് തടസ്സമെങ്കിൽ അത് മറികടന്ന് അവരുടെ ചിന്തകൾ മാറി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളും അങ്ങോട്ട് പോകുന്നതാവാം, അങ്ങനെയും ഇരിക്കും. നിങ്ങൾ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾ അത് മറികടന്ന് അവരുടെ സൈഡിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇത് രണ്ടും എടുക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇത് സ്റ്റക്ക് സിറ്റുവേഷൻ തന്നെയാണ്. ക്ലാരിഫൈ ഡെപ്ത്. ക്ലാരിഫൈ ഡെപ്ത്. അവിടെ തേർഡ് പാർട്ടി ഞാൻ ഉദ്ദേശിച്ചത് പാർട്ട്നേഴ്സ് ആണ്, ഫാമിലി അല്ല. ഫാമിലി മീൻസ് എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ല. നൈറ്റ് ഓഫ് വാൺസ് ആൻഡ് ഏസ് ഓഫ് പെന്റക്കിൾസ്. പുതിയ തുടക്കം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഏസ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും പുതിയ തുടക്കത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം, എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് പുതിയ തുടക്കവുമായിട്ട് ഹൈ പാഷനോടുകൂടി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് കാർഡിന്റെ അർത്ഥം. ഒരു സിറ്റുവേഷൻ ഉണ്ട്, തടസ്സം ഉണ്ടായിരുന്നു, ആ തടസ്സത്തെ മറികടന്ന് ഹൈ പാഷനേറ്റ് ആയിട്ട് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഏസ് ഓഫ് പെന്റക്കിൾസ്, ദാറ്റ് മീൻസ് എ ന്യൂ ബിഗിനിങ് കേട്ടോ. ഇത് എല്ലാവർക്കും പെർട്ടൈനിങ് ആണ്. അതായത് തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ലവ് ആയിരിക്കാം, എക്സിസ്റ്റിംഗ് ലവ് ആയിരിക്കാം, ഗേൾഫ്രണ്ട്, ബോയ്ഫ്രണ്ട്, ഹസ്ബൻഡ്, വൈഫ്, എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിരിക്കും. ക്ലാരിഫൈ 10 ഓഫ് വാൺസ്. ക്ലാരിഫൈ 10 ഓഫ് വാൺസ്. ഒരു കാർഡ് താഴെ പോയി, അത് എടുക്കണം. ഓക്കെ, ഡെത്തും 8 ഓഫ് കപ്സും ആണ് വന്നത്. വീണ്ടും ഡെത്ത് റിപ്പീറ്റ് ആയിരിക്കുകയാണ്. എക്സോഷൻ ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു കാര്യവുമായിട്ട് ഭയങ്കരമായിട്ട് ടയേർഡാണ്, ഒരു ട്രാവൽ ഇൻവോൾവ് ആയിരിക്കാം. എക്സോസ്റ്റഡ് ആണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളൊരു യാത്ര അവിടെ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അവർക്കൊരു ചെറിയ യാത്രയുടെ ആവശ്യം വരുന്നുണ്ട്. ഒരു പുതിയ ബിഗിനിങ്ങുമായിട്ട് ഉള്ളൊരു യാത്രയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം അവരുടെ ചിന്തകളിലാണ് കേട്ടോ. ഇത് അവർ ചിന്തിക്കുന്നു, ഇതും ചിന്തിക്കുന്നു എന്ന് തന്നെയാണ്. എക്സാക്റ്റ് ആയിട്ട് അത് സംഭവിക്കുന്നു എന്നല്ല, അവരുടെ തോട്ട്സിൽ അങ്ങനെ ഉണ്ട്. നമ്മൾ അവരുടെ തോട്ട്സ് ആണ് ആലോചിക്കുന്നത്. ഇതില് ഫാമിലി ചിലരെങ്കിലും ക്രോസ് റോഡിലാണെങ്കിൽ മാറി ചിന്തിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചാലോചിക്കേണ്ട, ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വേണം എടുക്കാനേ. ഇത് എക്സാക്റ്റ് ആയിട്ട് വരുന്നു എന്നല്ല, അവരുടെ തോട്ട്സിൽ അതുണ്ട്. അങ്ങനെ ഒരു മാറി ചിന്തയാണല്ലോ പ്രവൃത്തിയായിട്ട് മാറുന്നത്. തൽക്കാലം ചിന്തിക്കുകയാണ് അവരങ്ങനെ. ഇവിടെയും ഒരു എക്സോഷൻ ഉണ്ട്, പക്ഷെ ഒരു യാത്ര അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്, അതിന് പോയേ തീരൂ എന്നുള്ളൊരു അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് പ്ലീസ്. Please give me more clarity on this set of cards. What these cards mean? ഫൈനാൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് 4 ഓഫ് പെന്റക്കിൾസ് ആണ്. ഫൈനാൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഇപ്പൊ യാത്ര ചെയ്തേ തീരൂ
എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കാം കേട്ടോ. ഇന്ന് കൂടുതലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അവര് കൂടുതലും ജോബിനെ പറ്റിയിട്ട് ആയിട്ടാണ് ചിന്തിക്കുന്നത്. വീക്കെൻഡ് ആയിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു യാത്രയെ കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അത് പോയേ തീരൂ എന്നുള്ള സിറ്റുവേഷൻ ആണ്. എക്സോഷൻ ഉണ്ടെങ്കിലും പോയേ തീരൂ എന്നുള്ള ചിന്ത, അതിനെപ്പറ്റിയാണ് ഇവരിപ്പോൾ ആലോചിക്കുന്നത്. ജോലി ആണ് ഇപ്പൊ കോൺസെൻട്രേഷൻ. കാരണം പെൻറ്റക്കിൾസിന് നെഞ്ചോട്ട് ഇടയ്ക്ക് പിടിക്കുന്ന, പെൻറ്റക്കിൾസ് പറയുമ്പോൾ പൈസയാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് അവർക്ക് യാത്ര കൂടിയേ തീരൂ. അതിനെ പറ്റിയാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. അവിടെ നിങ്ങളെ പ്രതികളുടെ ഫീലിംഗ് അവിടെ ഒന്നും കാണുന്നില്ല, കാരണം എക്സോസ്റ്റഡ് ആണ് അവര്. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. എന്ത് പുതിയ തുടക്കമാണ് വരുന്നത്? ദ സ്റ്റാർ കാർഡ് വിത്ത് 6 of Swords. അവരുടെ വിഷ് ഫുൾഫിൽമെന്റിലേക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോ എൻ്റെ കയ്യില് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡ് കാണിക്കാൻ സാധിക്കില്ല. ലവേഴ്സ് കാർഡാണ് ഇപ്പൊ കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹത്തോടെ, ഒരു പുതിയ തുടക്കത്തോടെ അവരുടെ വിഷ് ഫുൾഫിൽമെന്റിലേക്ക് അവർ വരുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഒരുപാട് സ്നേഹത്തോടെയാണ് വരുന്നത്. ഓക്കെ, ഒരുപാട് ഇമോഷൻസോടുകൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതിനെ പറ്റിയാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു യാത്രയുണ്ട്. ആ യാത്ര ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരുന്ന കാര്യത്തെ പറ്റിയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാരിഫൈ 5 of Wands. ക്ലാരിഫൈ 5 of Wands. 2 of Wands and Justice. കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ആ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നവര് ആലോചിക്കുന്നു. അപ്പോ നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി, ഇവരെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇട്ടത്. ആ തെറ്റ് തിരുത്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നിവര് ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. സെക്കൻഡ് സിനാറിയോ എന്താന്ന് വെച്ചാൽ, ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു കോടതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ നടക്കുന്നുണ്ട്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമുണ്ടായ ഒരു കേസാണ്. മേ ബി ഒരു ഡിവോഴ്സ് കേസോ അങ്ങനെ എന്തെങ്കിലും. ഒന്നുകിൽ നിങ്ങൾ അവരെ ഡിവോഴ്സ് ചെയ്യാൻ ആലോചിക്കുക, അല്ലെങ്കിൽ അവരെ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ ആലോചിക്കുന്നു. അതിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻ ആണ്. ഇത് മുന്നോട്ട് പോകണോ ഈ കേസുമായിട്ട്, വേണോ വേണ്ടയോ എന്നുള്ളൊരു ഫൈനൽ തീരുമാനം എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു പക്ഷെ കേസ് കോടതിയിൽ അറ്റ് പ്രസന്റ് നടക്കുന്നുണ്ടായിരിക്കും. ക്ലാരിഫൈ 4 of Cups. ഓപ്സ്, കണ്ടോ എന്തോരം എക്സൈറ്റ്മെന്റ് ആണ് ഇവർക്ക് എന്ന്. കാർഡ്സ് എല്ലാം ജമ്പ് ആയിപ്പോയി. സോറി. ക്ലാരിഫൈ 4 of Cups. ചില ദിവസം അങ്ങനെയാണ്, അവർ ഓവർലി എക്സൈറ്റഡ് ആയിരിക്കും, അജിറ്റേറ്റഡ് ആയിരിക്കും, ജോബ് റിലേറ്റഡ് ടെൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചാടി പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്തോ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഒരുപാട് വർക്ക് ബർഡൻ ഉണ്ടായിരിക്കാം, അതിനെ പറ്റിയിട്ടുള്ള ടെൻഷൻസ് ആയിരിക്കും ചിലപ്പോൾ. Swords and 5 of Cups. മിസ്സിങ് എനർജി. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവരുടെ ഈഗോ മൂലം അവർക്ക് മനസ്സിൽ സോറി പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. റിഗ്രറ്റ് ഉണ്ട്, അങ്ങനെ ആയിപ്പോയല്ലോ, നിങ്ങൾ അവരുടെ തെറ്റ് മൂലം നിങ്ങൾ വിട്ടിരിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ചിന്ത ഇവർക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ അവരുടെ ഈഗോ അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ആലോചിച്ചാൽ പോരല്ലോ, മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട്. പക്ഷെ ഇവരുടെ ഈഗോ മൂലം ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരാൻ വല്ലാത്ത പ്രയാസം. അതാണ് അവിടെ ഒരു തടസ്സം. ഓക്കെ, ചിന്തകളിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് തവണ അവര് തോട്ട്സിൽ നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞു കാണും. വായോണ്ട് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, കാരണം അവര് കിങ് ഓഫ് സോർട്സിന്റെ എനർജിയിലാണ്. ഗൈഡൻസും കൂടെ ക്യുക്കായിട്ട് എടുത്തേക്കാം. Divine, please give guidance for my viewers. Please give guidance for my viewers.
Give guidance for my babies. Page of Cups, the Moon, Two of Cups, very good. Six of Swords. നിങ്ങൾ രണ്ടാള് വിട്ടിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ വഴക്കൊക്കെ ഇട്ട് വിട്ടിരിക്കുകയാണെങ്കിൽ അവര് വളരെ സങ്കട സിറ്റുവേഷനിലാണ് ഇപ്പോ. ആ സങ്കടം മാറ്റാൻ നിങ്ങൾക്കോ അവർക്കോ പരസ്പരം കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു മെസ്സേജോ അല്ല, ഒന്നുകിൽ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അയക്കാവുന്നതാണ്. ഈ സിറ്റുവേഷൻ പരസ്പരം സംസാരിച്ച് കഴിയുമെങ്കിൽ ക്ലിയർ ചെയ്ത് ഈ ഒരു ഇൻസെക്യൂർ സിറ്റുവേഷൻ ഒന്ന് പുറത്തേക്ക് കടക്കൂ എന്നാണ് പറയുന്നത്. മേജർ എനർജി നിങ്ങൾക്ക് ഇന്നൊരു മെസ്സേജ് ഇവരുടെ സൈഡിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അത് എന്ത് റിലേറ്റഡും ആവാം. അറ്റ് പ്രസന്റ് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ഉടനെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് യുവർ ഗൈഡൻസ്. നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഉടനെ കാണാൻ സാധ്യതയുണ്ട്. ഇവര് ഒരു യാത്രയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അനിവാര്യമാണ് നിങ്ങളെ കാണാനുള്ള യാത്ര തന്നെയാണ്, കാരണം അവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്ന നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ യു ക്യാൻ ട്രൈ ടു കോണ്ടാക്ട് ദം. കഴിയുമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. കഴിയുമെങ്കിൽ എന്ന് ഞാൻ എടുത്തു പറയുന്നത്, ചിലർ ബ്ലോക്ക്ഡ് ആയിരിക്കും, മനസ്സിലായില്ലേ? ബ്ലോക്ക്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവിടെ മാനിഫെസ്റ്റേഷൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. കാരണം അത് ബ്ലോക്ക് മാറ്റണമെങ്കിൽ അത് പേഴ്സൺ തന്നെ വിചാരിക്കണം, അല്ലെ? നല്ല രീതിയിലുള്ള ഇതാണ്. ചെറിയ വഴക്കൊക്കെ ആണ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഗൈഡൻസ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത് ഡിവൈനും നിങ്ങളുടെ അടുത്ത് പറയില്ല. സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് നിങ്ങൾ തല കുനിച്ച് കൊടുക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അവര് ഡിവൈൻ ഒരിക്കലും അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയില്ല. ചെറിയ വഴക്കാണ്, ഫാമിലിയാണ്, ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് ആണ്, തിരുത്താവുന്ന മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്കുള്ള ലിങ്ക് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്ട് ചെയ്യുന്നത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വേറെ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബൈ.